ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നത് നമ്മുടെ ഇടുക്കിയിലെ മൈക്രോവേവ് വ്യൂ പോയിന്റിലായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും 1-2 സ്പോട്ടുകളൊക്കെ പോയിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഫൂട്ടേജസ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വയനാട്ടിൽ നിന്നുള്ള ഫൂട്ടേജസ് ആ ഒരു വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരമാണ്. ഇവിടെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് നിർത്തിയതാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഫാമിലി വരികയും അവരെ മകളെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. ഒരു റൊമാനി ഫാമിലിയാണ്. അത്യാവശ്യം നല്ല സന്തോഷമായിരുന്നു അവർക്കത് ഓക്കെ പറഞ്ഞപ്പോൾ. മെയിൻ വ്യൂ പോയിൻ്റ് എത്തി താമരശ്ശേരിയിൽ. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനിവിടെയും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടുന്ന് പലപ്പോഴും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫേമസ് റൂട്ട്, അതായത് ചുരം, ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലൊക്കെ ആയിരുന്നു. ഇവിടുന്നും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കാൻ നേരത്താണ് 2 പിള്ളേർ എന്നെ കാണുന്നതും അവർ വന്നിട്ട് കൂടെ നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വയനാട്ടിലെ കംപ്ലീറ്റ് ട്രിപ്പും അവരുടെ വകയായിരുന്നു. അവരാണ് എന്നെ കംപ്ലീറ്റ് വയനാടും കാണിച്ചത്, ഒരുപാട് സ്പോട്ടുകൾ കാണിച്ചത്. അതിൽ ചില സ്പോട്ടുകളൊക്കെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രകൃതി ഒരുക്കുന്ന സ്വിമ്മിംഗ് പൂൾ, അതാണ് വയനാട്ടിലെ കാന്തൻപാറ വെള്ളച്ചാട്ടം. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളത്തിൽ ഏത് കാലാവസ്ഥയിലും കുളിക്കാമെന്നാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമ്മളെ എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. അതേപോലെ ആനകളൊക്കെ ഇടയ്ക്ക് ഇവിടെ സൈറ്റ് ചെയ്യാണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ട്രക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ പോയ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു. ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കുളിക്കാൻ ഇറങ്ങും വരെ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി കയറി വരുന്നത്. 2-3 ദിവസത്തെ തുടർച്ചയായ യാത്ര കാരണം അത്യാവശ്യം ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങിൽ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറായ വെള്ളത്തിൽ കുളിച്ചിറങ്ങിയപ്പോൾ ഒരു നല്ലൊരു ഫീലായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു കയറെല്ലാം കെട്ടിയിട്ടുണ്ട്. അതായത് ചെറിയൊരു ഫെൻസിങ് ഉണ്ട്. ആ ഫെൻസിങ്ങിന് അപ്പുറത്ത് പോകരുത്, അവിടെ പലരും മരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അത് ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് കോടമഞ്ഞെല്ലാം കയറി. അവിടുന്ന് വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടർന്നു. വയനാട്ടിലെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു. തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി ഒരു ചായലും കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തത്. അമ്പലവയലിലെത്തി. അവിടെ ഒരു ലോഡ്ജിൽ, ദോഹ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ്, ദോഹാന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ലോഡ്ജിൽ കയറി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് നേരത്തെ കണ്ട പിള്ളേരൊപ്പം ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഇത് അമ്പലവയലിനടുത്തുള്ള ഒരു ഓഫ് റോഡ് വണ്ടികളൊക്കെ ഒരുപാട് വരുന്ന ഓഫ് റോഡ് കോമ്പറ്റീഷൻസും അതേപോലെ ഓഫ് റോഡ് പ്രാക്ടീസിനൊക്കെ വരുന്ന ഒരു സ്പോട്ടാണിത്. നെല്ലരച്ചാൽ വ്യൂ പോയിൻ്റ് എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത്. സോ അതിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത്. സൺസെറ്റിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആണ്. അധികം വീടുകളോ ഒന്നുമില്ലാത്തൊരു സ്പോട്ടാണ്. റോഡില്ല, വലിയൊരു തടാകം, വലിയൊരു ലേക്ക് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ആൾക്കാർ ക്യാമ്പിങ്ങിനും അതേപോലെ ഫിഷിങ്ങിനൊക്കെ വരുന്നൊരു സ്പോട്ടാണ്. അതേപോലെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉള്ള സ്പോട്ടും കൂടിയാണിത്.
തിരിച്ചു പോരാൻ നേരത്താണ് പെട്ടെന്ന് മഴയുണ്ടായത്. ഞാൻ അങ്ങോട്ട് ചെന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ആ ബ്രിഡ്ജിൽ കംപ്ലീറ്റ് വെള്ളം കയറി, ചെറിയ രീതിയിൽ പണിയെല്ലാം കിട്ടി, വണ്ടിയിൽ സൈലൻസറൊക്കെ വെള്ളം കയറിയ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കൂടെ ഒരാളുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് നേരെ പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. പെട്ടെന്ന് ഒരു മനസ്സിലൊരാകണ്ടേ, ആനയെ കാണുന്ന പെട്ടെന്നൊരു പൂതി വന്നിട്ട് നേരെ മുത്തങ്ങയിലേക്ക് പോവാണ്. മുത്തങ്ങയിലെത്തിയ പാട് തന്നെ നമ്മൾ ക്രോസ് ചെയ്യുന്ന ടൈം തന്നെയാണ് അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആവുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആനകളുടെ മുന്നിൽ പെടുന്നത്. അതായത് നമ്മളെ ആനയെ നോക്കിയിട്ടാണ് പോകുന്നത്. അതായത് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ആനയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ആന ഉണ്ടെന്ന് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മളീ നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആനകളുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. സോ അവിടുന്ന് തിരിച്ച് നമ്മൾ പുൽപ്പള്ളിയും കൂടി പോയി അവിടുന്ന് ആനയെ കണ്ട് തിരിച്ച് അമ്പലവയൽ വന്ന് അവിടെ അന്ന് സ്റ്റോപ്പ് ചെയ്തു.